ഹായ് ഗൈസ്, ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മറ്റേ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഏത് നേരത്തെ നമ്മൾ ഇട്ടില്ലേ, ഹരിഹര വീരമല്ല, ഇത് ഇപ്പോഴാണ് അപ്ലോഡ് ആവുന്നത് കേട്ടോ. വേഗം അപ്ലോഡ് ആയി വൈഫൈ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്ന് കുറേയധികം ട്രെയിലേഴ്സ് റിലീസാവുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 2 ട്രെയിലേഴ്സ് റിയാക്ട് ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോൾ ഒരു ട്രെയിലറായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ യൂട്യൂബ് തുറന്നപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തുറന്നപ്പോൾ ഈ ഒരു രാമായണ സിനിമയുടെ ട്രെയിലർ വന്നെടുക്കും. ട്രെയിലറല്ല, ഇത് ഇൻട്രൊഡക്ഷനാണ്. മറ്റേ നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണയുടെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഗ്ലിംസൊക്കെ പോലെയാണ് ഇത് ഉള്ളത്. ഇത് വന്നിട്ടുള്ളത് നമുക്ക് സബ് ടൈറ്റിൽസ് മലയാളം സബ് ടൈറ്റിൽസാണ്. ചിലപ്പോൾ ഡബ്ബിങ് ഉണ്ടാകും. നമുക്കിത് കാണാം. എന്തായാലും നമിത് മൽഹോത്രാസ് രാമായണ ദി ഇൻട്രൊഡക്ഷൻ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. രാമായണ പാർട്ട് 1 കുറച്ച് പാർട്ടൊക്കെ ആയിട്ടാണ് ഇത് എത്താനായിട്ട് പോകുന്നത്. 2026 ദീപാവലിക്കായിരിക്കാം ഇത് റിലീസാകാനായിട്ട് പോകുന്നത്. പോസ്റ്ററിൽ 2027 പാർട്ട് 2 2027 ദീപാവലിക്ക്, പാർട്ട് 1 അടുത്ത വർഷം ദീപാവലിക്ക്. എന്തായാലും നമുക്ക് കാണാം. രൺബീർ കപൂർ ആണെങ്കിൽ രാമനായിട്ട് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ യശാണ് ഇതിൽ രാവണൻ. സായി പല്ലവി സീതയായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ലക്ഷ്മണനായിട്ട് രവി ദുബെ എന്ന് പറയുള്ളൊരു ആർട്ടിസ്റ്റാണ് അഭിനയിക്കുന്നത് ലക്ഷ്മണനായിട്ട്. സണ്ണി ഡിയോളാണ് ഇതിൽ ഹനുമാനായിട്ട് അഭിനയിക്കുന്നത്. റൈറ്റർ ശ്രീധർ രാഘവൻ എന്ന് പറയുള്ളൊരു ആളാണ്. ഡയറക്ടർ നിതേഷ് തിവാരി, അതാണ് പ്രതീക്ഷ. ഈ ഒരു നിതേഷ് തിവാരി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ആയിട്ടുള്ള ദങ്കൽ എന്ന സിനിമയുടെ ഡയറക്ടറാണ്. അമീർ ഖാൻ്റെ ഒരു പ്രതീക്ഷയാണ്. ചിലപ്പോൾ ഇന്ത്യ റെക്കോർഡ് കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. 57,000 എത്രയുണ്ട് ലൈക്ക്, 57 ലൈക്ക് ഉണ്ട് ഈ വീഡിയോയ്ക്ക്. എന്തായാലും നമുക്ക് കാണാം. ഇതിൽ മ്യൂസിക് ചെയ്യുന്നത് AR റഹ്മാനാണ്. പിന്നെ ഹാൻസ് സിമർ എന്ന് പറഞ്ഞുള്ള വേറൊരു മ്യൂസിക് ആർട്ടിസ്റ്റും കൂടി ഒരു മ്യൂസിക് ചെയ്യുന്നുണ്ട്. നമുക്കിത് കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഇന്ന് കുറേയധികം ട്രെയിലേഴ്സ് റിലീസാണെന്നാണ് തോന്നുന്നത്. മുടക്കല്ലേ, തോറാനായിട്ട് മുടക്കല്ലേ, ഒന്ന് കുറേയധികം ട്രെയിലേഴ്സൊക്കെ ഇന്ന് റിലീസാവാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം ഹരിഹര വീരമല്ലി റിലീസായിരുന്നു, പിന്നെ ഇത്. അതായത് നമുക്ക് കാണാം. വേൾഡ് ഓഫ് രാമായണ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് റിലീസായിട്ടുള്ളത്. കാണാം. മലയാളത്തിലെ സബ് ടൈറ്റിൽ കാണിക്കുന്നത് ബ്രഹ്മാവ്, സൃഷ്ടിദേവൻ, വിഷ്ണു, ശ്രീദേവൻ, ശിവൻ, സംഹാരദേവൻ, ബട്ട് സ്വന്തം സൃഷ്ടി തന്നെ ലോകം തിരിച്ചടക്കുമെല്ലാം കേൾക്കുന്നു. ഇതാണ് അനശ്വരമായ രാവൺ. രാവണൻ ശക്തി പ്രതികാരം, രാമൻ ധർമ്മം ത്യാഗം. വിശ്വസൊക്കെ കൂടുതൽ ട്രെയിലറിൽ തന്നെ അടിപൊളി വിശ്വസൊക്കെയാണ്. രൺബീർ കപൂർ രാമൻ, രാവൺ, സായി പല്ലവി സീത, രവി ദുബെ, ലക്ഷ്മൺ. നമ്മുടെ അവഞ്ചേഴ്സ് ഇല്ലേ, അവഞ്ചേഴ്സിൻ്റെ ഫസ്റ്റത്തെ കുറച്ച് സിനിമകളൊക്കെ തുടങ്ങുമ്പോൾ അങ്ങനത്തെ ടൈറ്റിലൊക്കെ ഇങ്ങനെ എഴുതിയാണെങ്കിൽ ആക്ടേഴ്സിൻ്റെ പേരൊക്കെ എഴുതിയാണെങ്കിലേ ആ ഒരു ഫീലാണിത് കാണുന്നെങ്കിൽ വരുന്നത്. നേരെ കിട്ടുന്നുണ്ട്. ഹരിഹര വീരമല്ലു ടീച്ചറിൽ എന്ത് കിട്ടാണ്ട് പോയോ അത് ഇത് കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ VFX ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടീസറല്ല, ഗ്ലിംസാണ്. എന്നാലും ഇതിൻ്റെ ക്വാളിറ്റി വേറെ ലെവലായിട്ടുണ്ട്. സംവിധാനം നിതേഷ് തിവാരി, അതാണ് പ്രതീക്ഷ.
ഐമാക്സിന് വേണ്ടി ചിത്രീകരിക്കപ്പെട്ടു. അവതരണം പ്രൈം ഫോക്കസ് സ്റ്റുഡിയോ. മോൺസ്റ്റർ മൈൻ ക്രിയേഷനിൽ വെസ്റ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമിത് മൽഹോത്രയുടെ രാമായണം. വേറെ ലെവലായിട്ടുണ്ട് ഈ ഒരു രാമായണം. ബിജിഎമ്മൊക്കെ എന്ത് രസമാണ് നോക്കിയത്. പെർഫെക്റ്റ് രാമനായിട്ട്. രൺവീർ സിംഗ് അല്ലാട്ടാ, രൺവീർ കപൂർ. തിരക്ക് തെറ്റിപ്പോയി. ഓക്കെ, രൺബീർ കപൂർ. ഓ പെർഫെക്റ്റ് രാമൻ. പൊളിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയ്ക്ക് അത്യാവശ്യം പ്രതീക്ഷയുണ്ട്. രാമായണത്തെ പരമാവധി റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അവതരിപ്പിക്കുക, അങ്ങനെയാണ് ഒരു രസം ഉണ്ടാവുള്ളൂ. നമ്മൾ കുറേയധികം രാമായണങ്ങൾ സീരിയലുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലും നമ്മൾ കുറേയധികം അമാനുഷികമായിട്ടുള്ള രാവണന് 10 തലയുള്ളതും കേട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് കുറച്ച് വന്ന് ഹിഡൻ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ആവിഷ്കരിച്ചാൽ കിട്ടുമായിരിക്കും. വേറെ ലെവലും മാസ്റ്റർ പീസാക്കാൻ പറ്റിയൊരു കഥയാണ്. എന്തായാലും ടീച്ചറിൻ്റെ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. ഈ ഒരു രൺബീർ സിംഗ് അല്ല, രൺബീർ കപൂർ ഇങ്ങനെ വന്ന് ഫേസ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഫേസ് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, പക്ഷേ ഇത് വേറെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ട്. മേക്കപ്പൊക്കെ അടിപൊളിയാണ്. ഇതുപോലെ തന്നെ സിനിമയിൽ വന്നാൽ മതി എന്ന് ഞാൻ പറയാം. പക്ഷെ എനിക്ക് മറ്റൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ, അതായത് പല സിനിമകളിലും സീരിയലുകളിലും ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. രാമൻ വനവാസത്തിന് പോകും, വനവാസത്തിന് പോയിട്ട് അതുപോലെ തിരിച്ചു വരും. ഇപ്പോൾ വനവാസത്തിന് പോകുമ്പോൾ താടി മീശൊന്നും ഉണ്ടാവില്ല. പക്ഷേ വനവാസത്തിൽ പോയി വരുമ്പോഴെങ്കിൽ താടിയൊന്നും മുളക്കില്ല. പക്ഷെ അതാണെങ്കിൽ താടിയും മീശയൊന്നും ഇല്ലാത്ത പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിനൊരു ക്ലീശയെ ബ്രേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ CAK രാമായിരുന്നു. നേരത്തെ രാമന് വനവാസം കഴിഞ്ഞ് വരുമ്പോഴേക്ക് താടി മീശയൊക്കെ വളർന്നുണ്ട്. ഇതിലാണെങ്കിൽ രാമനും എപ്പോഴും താടി മീശയൊക്കെ ഒടിച്ച് ബാർബർ ഷോപ്പിൽ കൊണ്ടുവന്നാണ് തോന്നുന്നത് രാമൻ. അത് അങ്ങനെയൊന്നും ഇല്ലാണ്ട് ക്ലീൻ ഷേവ് ആയിട്ട് എപ്പോഴും നിർത്താതെ ഇടയ്ക്കൊക്കെ മീശയൊക്കെ വളർന്നു. മനസ്സിലായില്ലേ? 14 വർഷം വനവാസം കഴിഞ്ഞിട്ടും എപ്പോഴും ഷേവ് ചെയ്തിട്ടിരിക്കുന്ന രാമൻ തന്നെയാണ് എല്ലാ സീരിയലിലും കാണിക്കുന്നത്. അത് ഈ മാറ്റിമറിക്കുന്നതിന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു രസം ഉണ്ടാവും. അതായത് നമ്മളതിൻ്റെ ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതിനേക്കാൾ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി. ഇതാരി കണ്ണ് രാവണനാണിത്. രാവണൻ്റെ പോയിന്റ് കണ്ടിട്ട് എന്തായാലും അത്യാവശ്യം നല്ല ഡീകോഡ് ചെയ്യാനുള്ളൊരു ടീച്ചർ തന്നെയാണത്. ഡീകോഡ് ചെയ്യണതൊക്കെ ഡീകോഡേഴ്സൊക്കെ നോക്കിക്കോളും ടീച്ചറിൻ്റെ ബാക്കി കാര്യത്തിൽ. എന്തായാലും കമൻസ് നമുക്കൊന്ന് നോക്കാം. ജയ് ശ്രീരാം. ഫൈനലി വെയിറ്റ് ഈസ് ഓവർ. ജയ് ശ്രീരാം, ജയ് ശ്രീരാം, ജയ് ശ്രീരാം തന്നെയാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിരിക്കുന്നത്. മലയാളികളുടെ ഒരു കമൻറ്റ് പോലും ഇല്ലല്ലോ. ഇപ്പം തന്നെ ഒരു കമൻറ്റ് ചെയ്തേക്കാം. എന്താ കമൻറ്റ് ചെയ്യുക? സൂപ്പർ. ടീച്ചർ എജ്ജാതി ക്വാളിറ്റി. ക്വാളിറ്റി മലയാളികൾ കാണാൻ വെച്ചാൽ കുറേ ലൈക്ക് കിട്ടും. ശരി, ഓക്കെ. സൂപ്പർ ടീച്ചർ, എജ്ജാതി ക്വാളിറ്റി. ഇത് മതി, എജ്ജാതി ക്വാളിറ്റി. ഓക്കെ, എന്നാലും പൊളിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവം തന്നെ വരട്ടെ. നല്ല എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ള വ്യക്തമാണ്. ഇനിയുണ്ട് ഒരു മോഷൻ പോസ്റ്റർ പോലെയാണ് ഇത് പുറത്തു വരുന്നത്.
എനിക്ക് കിട്ടിയിട്ടുണ്ട്. പൊളിച്ചടുക്കിയുണ്ട് ടീസർ. വേറെ ലെവൽ. പാർട്ട് 1 ദീപാവലി 2026, പാർട്ട് 2 ദീപാവലി 2027. എന്തായാലും അടുത്ത വർഷം ഈ സിനിമ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ടീസറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.